പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഏപ്രിൽ മാസം 11-ാം തീയതി വ്യാഴാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ നാം ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യോശുവയുടെ പുസ്തകം 23-ാം അധ്യായം 10-ാം വാക്യം. ദ ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 23 വേഴ്സ് 10 നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത പോലെ താൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുക കൊണ്ട് നിങ്ങളിൽ ഒരുത്തൻ 1000 പേരെ ഓടിച്ചിരിക്കുന്നു. ഇസ്രയേലിന്റെ രണ്ടാമത്തെ നായകനായി ദൈവം യോശുവയെ തിരഞ്ഞെടുത്തു. യോശുവയിൽ കൂടെ ഇസ്രയേൽ ജനത്തിന് നേടിയെടുക്കുവാൻ പറ്റുന്നതെല്ലാം ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ നേടിയെടുക്കുവാൻ ഇടയായി. മാത്രമല്ല, തന്റെ ജനത്തിന് ഗോത്രം ഗോത്രമായി പിടിക്കപ്പെട്ട സ്ഥലങ്ങൾ ഉൾപ്പെടെ സകലവും ചീട്ടിട്ട് വിഭാഗിച്ചു കൊടുത്തു. ഇസ്രയേൽ ജനം സ്വസ്ഥതയോടെ വസിക്കുന്നു. യോശുവ വയസ്സ് ചെന്ന് വൃദ്ധനായി. താൻ ഇസ്രയേൽ മൂപ്പന്മാരെയും പ്രധാനികളെയും ഏവരെയും വിളിച്ചുകൂട്ടി തന്റെ അവസാന സന്ദേശം എന്നുള്ള നിലയിൽ ചില അനുഗ്രഹ വചസ്സുകൾ അവരോട് പറയുകയും ഒപ്പം ചില താക്കീതുകൾ, ഓർമ്മപ്പെടുത്തലുകൾ അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു. അവരോട് പറയുകയാണ്, നിങ്ങൾ കണ്ടതുപോലെ അനുഭവിച്ചതുപോലെ ഈ പ്രതികൂലങ്ങളിലൊക്കെ ദൈവം നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങൾ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചു. അതെ, മോശയിൽ കൂടെ ലഭിക്കപ്പെട്ട അതേ നിർദ്ദേശം നിങ്ങൾ പാലിച്ച് നിങ്ങൾ ഒരു വിധത്തിലും അന്യ ദൈവങ്ങളെ നമസ്കരിക്കുകയോ അവരുടെ നാമങ്ങളെ നാവിന്മേൽ എടുക്കുകയോ ചെയ്യാതെ ദൈവഹിതപ്രകാരം മുൻപോട്ട് പോകണം. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ദൈവം തന്നെ യുദ്ധം ചെയ്ത് നിങ്ങളെ ഈ നിലയിൽ എത്തിച്ചിരിക്കുന്നു. തന്മൂലം ഒരു വ്യക്തി പോലും നിങ്ങളുടെ മുൻപിൽ ചോദ്യം ചെയ്യത്തക്കവണ്ണം നിൽക്കുവാൻ ദൈവം അനുവദിച്ചില്ല. അത് മറന്നു പോകരുത്. അതിനുശേഷം പറയുന്ന വാക്കുകളാണ് ഇന്നത്തെ വാഗ്ദത്ത വചനമായി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഇതാ, ഇസ്രയേൽ പ്രധാനികളോടും മൂപ്പന്മാരോടും യോശുവ പറയുന്നുണ്ട്, ദൈവം നിങ്ങളോട് വാഗ്ദത്തം ചെയ്തതുപോലെ ദൈവം തന്നെ മുൻപിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളിൽ ഒരാൾ 1000 പേരെ ഓടിച്ചിരിക്കുന്നു. ചുരുക്കത്തിൽ റേഷ്യോ വെച്ച് നോക്കിയാൽ 1:1000. നോക്കുക, ദൈവം തന്റെ ജനത്തിന് ബലം നൽകി, കൃപ നൽകി, ശക്തി നൽകി പടക്കൂട്ടത്തിന്റെ മുൻപിൽ നിന്ന് നായകനായി നയിച്ചപ്പോൾ ഇസ്രയേലിലെ ഒരുവൻ അവർക്കെതിരെ വന്ന ശത്രുപാളയത്തിലെ 1000 പേരെ എതിരിട്ട് ഓടിച്ചു തോൽപ്പിക്കുവാൻ ഉയരത്തിലെ ശക്തി അവരുടെ മേൽ പകർന്നിരിക്കുന്നു. 2024 ഏപ്രിൽ മാസം 11-ാം തീയതി വ്യാഴാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള ജീവജല വാഗ്ദത്ത വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ മാന്യ ശ്രോതാവേ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, താങ്കൾ പലപ്പോഴും കരുതാറുണ്ട്, എന്റെ കഴിവുകൊണ്ടും മിടുക്കുകൊണ്ടും എന്റെ പ്രാപ്തി കൊണ്ടും എന്റെ വിദ്യാഭ്യാസം കൊണ്ടും എന്റേതായിട്ടുള്ള കുടുംബ ശ്രേഷ്ഠതയും
ഇൻഫ്ലുവൻസ് കൊണ്ടും ഞാനിതൊക്കെ നേടിയിരിക്കുന്നു, പിടിച്ചടക്കിയിരിക്കുന്നു. എനിക്കെതിരെ വന്നവർ ഒന്നും ഇന്നില്ല. അവരെല്ലാം നിലംപരിചായിരിക്കുന്നു. അവർ എന്റെ കണ്ണിൻ മുൻപിൽ തന്നെ തകർന്നിരിക്കുന്നു. ഇതൊക്കെ എന്റെ കഴിവാണ്, എന്റെ മിടുക്കാണ്, എന്റെ ബുദ്ധിപൂർവമായിട്ടുള്ള നീക്കങ്ങൾ കൊണ്ടുണ്ടായ നേട്ടമാണെന്ന്. അല്ലേ? അല്ല. പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മാതാവോ പിതാവോ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്നത് കൊണ്ടും അവർ മുട്ടിന്മേൽ നിന്നത് കൊണ്ടും നമുക്കെതിരെ വന്ന 1000 ശത്രുക്കളെ നേരിടുവാനും അതിജീവിപ്പാനും സ്വർഗത്തിലെ ദൈവം നമ്മുടെ മുൻപിൽ നിന്നതുകൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളും ഈ നിലയിൽ, ഈ ലോകത്തിന്റെ ഏത് കോണിലുമായിക്കൊള്ളട്ടെ അവിടെയൊക്കെ ബലത്തോടെ, കൃപയോടെ, ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ നിൽക്കുവാൻ ഇടയായിരിക്കുന്നത്. അതൊരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് ഈ വിവരം നാം നമ്മുടെ മക്കളോട് പറയണം. വചനം പറയുന്ന അനുസരിച്ച് നാം നമ്മുടെ മക്കളോടും, നമ്മുടെ മക്കൾ അവരുടെ മക്കളോടും, അവരുടെ മക്കൾ വരുവാനുള്ള തലമുറയോടും ഒരു ജ്ഞാപകമായി ഇത് പറയണം. ചുരുക്കത്തിൽ കർത്താവിന്റെ മധ്യാകാശ വരവ് വരെ നാം നമ്മുടെ തലമുറയോട് ഇത് പറയണം. കുഞ്ഞെ, ഇന്ന് ഞാനും നിങ്ങളും ഈ അനുഭവിക്കുന്ന നന്മ, അനുഗ്രഹം, ആരോഗ്യം, സമ്പത്ത്, ഉയർച്ച, എല്ലാ അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ ദൈവം മുൻപിൽ നിന്ന് നമുക്ക് ജയം നൽകി ഇതുവരെ എത്തിച്ചത് കൊണ്ടാണ്. അല്ലാതെ നമ്മുടെ കഴിവോ മിടുക്കോ ബുദ്ധി കൂർമ്മത കൊണ്ടോ അല്ല ശത്രു നമ്മെ വിട്ടിട്ട് ഓടിപ്പോയത്. നമ്മെക്കാട്ടിൽ എത്രയോ ശക്തന്മാർ, പ്രബലന്മാർ, ഉഗ്രന്മാർ, ബുദ്ധിയും അതിബുദ്ധിയും സാമർഥ്യവും ഉള്ളവരായിരുന്നു നമ്മുടെ ശത്രുക്കൾ. നമ്മളെ എന്നെ പരാജയപ്പെടുത്തുവാൻ പ്രാപ്തിയും ശേഷിയും ഉള്ളവരായിരുന്നു നമുക്കെതിരെ ഇതാ പടപൊരുതിയത്. എന്നാൽ അവരുടെ മുമ്പിൽ നമുക്ക് ജയം നൽകുകയും നാം ഒരാളായി 1000 പേരെ ഓടിച്ചു കളഞ്ഞതും യുദ്ധതന്ത്രങ്ങൾ കൊണ്ടോ യുദ്ധത്തിൽ ഉപയോഗിക്കേണ്ട നയതന്ത്ര കാര്യങ്ങളുടെ നിപുണത കൊണ്ടോ അല്ല, മറിച്ച് നമുക്ക് മുമ്പിൽ ജയാളിയായി ജയഭേരി മുഴക്കി ഒരുവൻ നിൽക്കുന്നുണ്ടായിരുന്നു. വചനം പറയുന്നു, യുദ്ധം എനിക്കുള്ളത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അതുകൊണ്ട് ഇന്ന് പകൽ ഈ ദൈവവചനം കേൾക്കുന്നവരിൽ ആരെങ്കിലും ഏതെങ്കിലും വിഷയങ്ങളിൽ കൂടെ കടന്നു പോകുന്നുണ്ടോ? നിങ്ങളെ ഭാരപ്പെടുത്തുന്ന ചില കുടുംബ വിഷയങ്ങൾ, ആരോഗ്യ വിഷയങ്ങൾ, സാമ്പത്തിക വിഷയങ്ങൾ, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ, ജോലി സംബന്ധമായ വിഷയങ്ങൾ, നിയമത്തിന്റെ ചില കുരുക്കുകൾ, ചില അഴിയാ ബന്ധങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? നിങ്ങൾക്കൊരിക്കലും അതിൽ നിന്നും പുറത്തു വരാതെ വണ്ണം ശത്രു അത്രമാത്രം ശക്തനാണോ? നിങ്ങൾക്കെതിരെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞ് നിങ്ങളെ കുടുക്കിൽ നിന്നും കുടുക്കിലേക്കും കുഴിയിൽ നിന്നും കുഴിയിലേക്കും ദിനംതോറും തള്ളിയിടുന്നത് മൂലം നിങ്ങൾ അശക്തരായി, അബലരായി നിങ്ങൾ തകരുകയാണോ? അങ്ങനെയെങ്കിൽ ഒരേ ഒരു പോംവഴിയെ ഈ പ്രഭാതത്തിൽ താങ്കളോട് പറയുവാനുള്ളൂ. താങ്കൾ ഈ ലോകത്തിന്റെ ഏത് കോണിലിരുന്ന് ഈ ദൈവവചനം കേട്ടാലും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഹൃദയംഗമായി നിങ്ങളെ ദൈവവരങ്ങൾ സമർപ്പിക്കുക, മുഴങ്കാലുകൾ മടക്കുക. യോശുവയോട് കൂടെ ഇരുന്ന ദൈവമേ, യോശുവയുടെ കൂടെ ജനത്തെ നയിച്ച് അവരുടെ മുമ്പിൽ നിന്ന് യുദ്ധം നയിച്ച സ്വർഗത്തിലെ ദൈവമേ, എന്റെ ഈ പ്രശ്നങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണം. അന്ന് ഇസ്രായേൽ ജനത്തിൽ ഒരുവൻ 1000 പേരെ ഓടിച്ച് ശത്രു പാളയത്തെ നശിപ്പിച്ച് മുടിച്ച് ഇസ്രായേൽ ജനത്തിന് ജയം നേടുവാൻ ഇടയാക്കിയ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ ഈ ദിവസം
ഇപ്പോൾ തന്നെ എന്റെ കുടുംബത്തിനോട് കരുണ തോന്നണം. എന്റെ കുഞ്ഞ് ഇന്ന രാജ്യത്ത് ഇന്നടത്ത് പഠിക്കുന്നു, ജോലിയിലായിരിക്കുന്നു. എന്റെ മകൾക്ക്, എന്റെ മകന് വിവാഹത്തിന് തടസ്സമായി, ഭാവിക്ക് തടസ്സമായി, തലമുറ ലഭിക്കുവാൻ തടസ്സമായി, ഭവനം പണിയുന്നതിന് തടസ്സമായി, ജോലി ലഭിക്കുന്നതിന് തടസ്സമായി, പരീക്ഷയിൽ വിജയിക്കുന്നതിന് തടസ്സമായി, നിയമക്കുരുക്കുകളിൽ പെട്ട് അതിൽ നിന്ന് പുറത്തു വരുന്നതിന് തടസ്സമായി ശത്രു പോരാടുന്ന സകല തന്ത്രങ്ങളോടും അപ്പൻ മുൻപിൽ നിന്ന് ജയമെടുക്കണം. അതിനുള്ള ശക്തി ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങളുടെ മേൽ ചൊരിയണം. അങ്ങനെ അങ്ങേക്ക് വേണ്ടി പടപൊരുതി നിലകൊണ്ട് അനേകരെ യേശുവിന്റെ മക്കളാക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ നിങ്ങളിൽ ആര് തയ്യാറാകും? അങ്ങനെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഇനി നിങ്ങൾ കടന്നു പോകുന്ന എത്ര ഭീകരവും എത്ര പഴകിയതും എത്ര കുരുങ്ങിയതുമായ ഏത് വിഷയത്തിന്മേലും ജയം തരുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാ. ആ വിജയം ഇന്ന് പകൽ ജീവജലം ശ്രവിക്കുന്ന ഏവർക്കും ലഭ്യമാകുവാൻ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. കർത്താവേ, യോശുവയുടെ കാലത്ത് അവിടുന്ന് പകർന്ന ആ ഉയരത്തിലെ ശക്തി ഞങ്ങളുടെ മേൽ പകർന്ന് ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന ആയിരം ശത്രുക്കൾ ഓടിയൊളിക്കുവാൻ ജയം പ്രാപിച്ച് നന്ദിയുള്ളവരായി കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ഞങ്ങളെ ഇതാ ഒരുക്കണമേ. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. അതിനായി പ്രാർത്ഥനാപൂർവം ദൈവസന്നിധിയിൽ അടുത്തു വരാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, വയോവൃദ്ധനായ യോശുവ തന്റെ ജനത്തോട് കടന്നു വന്ന വഴികളെക്കുറിച്ചും മുൻപോട്ട് എങ്ങനെ ആയിരിക്കണമെന്നും എങ്ങനെയാണ് ദൈവം ഈ നിലയിൽ എത്തിച്ചതെന്നും വളരെ വ്യക്തമായി പങ്കിട്ടത് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളെയും ഓർമ്മപ്പെടുത്തിയതിനായി സ്തോത്രം. അപ്പാ, ഞങ്ങളുടെ മുമ്പിൽ ശക്തന്മാരായ അനേകം മല്ലന്മാർ നിൽക്കുന്നു, അനേക പ്രതികൂലങ്ങൾ നിൽക്കുന്നു, അനേക തടങ്ങൾ, പാറകൾ നിൽക്കുന്നു. എന്നാൽ അവിടുത്തെ ശക്തി ഞങ്ങളുടെ മേൽ പകരുമ്പോൾ, ഞങ്ങൾ ഒരാള് അതിനെതിരെ ചെല്ലുമ്പോൾ ആയിരമായി അവർ ഓടിപ്പോകുമെന്ന് ഇന്ന് ഞങ്ങളെ വചനത്തിൽ കൂടെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ആ വലിയ ശക്തിയിൽ ആശ്രയിച്ച് പ്രാർത്ഥനയോടെ അടുത്തു വരുന്നു. ഞങ്ങളുടെ മേൽ ദൈവകൃപ പകരണം. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണം. ഇന്നിന്റെ എല്ലാ പ്രതികൂലങ്ങളെയും അതിജീവിച്ച് കർത്താവിന് വേണ്ടി നിലകൊണ്ട് നിത്യരാജ്യത്തിന്റെ ഉടമകളായി തീരുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവജനമേ, ഇന്ന് നാം കേട്ടതുപോലെ പ്രാർത്ഥനയോടെ തമ്പുരാന്റെ അടുക്കിലേക്ക് അടുത്തു ചെല്ലുക. യോശുവയുടെ കാലത്ത് മാത്രമല്ല, ഇന്നും നമ്മുടെ മേൽ ഉയരത്തിലെ ശക്തി പകരുവാൻ ദൈവം മതിയാവന. ആ ശക്തി പ്രാപിച്ച് ശത്രുവിനെ തുരത്തിയോടിച്ച് കർത്താവിന്റെ മക്കളായി ആയിരിക്കുന്ന ഇടങ്ങളിൽ സാക്ഷ്യത്തോടെ ദൈവകൃപയോടെ നിൽക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിനായി ഈ പ്രഭാതത്തിൽ നമ്മെ തന്നെ താഴ്ത്തിയേൽപ്പിക്കാം. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.